ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഉദ്ധിതൻ്റെ പാതയിൽ എന്ന ധ്യാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ധ്യാനിച്ചു. അതിനാൽ നല്ല ഒരു കുമ്പസാരം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇനിയുള്ള അടുത്ത ഒരു 3-4 ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാം, ഈശോ ഈ കുരിശിൽ ഈ പീഡകളെല്ലാം സഹിച്ചത് നമ്മളോടൊപ്പം വസിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടത് ജീവിക്കുന്നവനെ എന്തിന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു. ഉദ്ധാനം ചെയ്ത ഈശോയെ അവർ തിരിച്ചറിയുന്നു വിശുദ്ധ കുർബാനയിൽ. അതിനാൽ നമ്മൾ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിശുദ്ധ കുർബാനയിൽ, ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകലരെയും വിശുദ്ധ കുർബാനയിൽ നൽകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1324 പാരഗ്രാഫ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: വിശുദ്ധ കുർബാനയാണ് സഭയുടെ കേന്ദ്രം. മറ്റെല്ലാ കൂദാശകളും, സഭയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും, സഭയിലെ എല്ലാ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയാണ് സഭയുടെ കേന്ദ്രം. വിശുദ്ധ കുർബാനയാണ് മറ്റ് കൂദാശകളെല്ലാം വിശുദ്ധ കുർബാനയിലേക്ക്, എല്ലാം വിശുദ്ധ കുർബാനയിൽ നിന്ന്, സഭയുടെ എല്ലാ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ വളരുന്നു. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുക. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് 2 ഔദ്യോഗിക ലേഖനങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, അത് ഒന്നിതാണ് മനെ നൊമിസ്കും ഡോമിനെ, ലോർഡ് സ്റ്റേ വിത്ത് അസ്. രണ്ടാമത്തേത് എക്ലേസ്യ ദേ യൂക്രിസ്റ്റിയ. ഒന്ന് മനെ നൊമിസ്കും ഡോമിനെ അഥവാ ലോർഡ് സ്റ്റേ വിത്ത് അസ്, നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും. മറ്റൊന്ന് എക്ലേസ്യ ദേ യൂക്രിസ്റ്റിയ, സഭയും വിശുദ്ധ കുർബാനയും. ഇതെഴുതിയ സമയത്ത് മാർപ്പാവ് പറയുന്നൊരു കാര്യമുണ്ട്: വിശുദ്ധ കുർബാനയെ അറിയാത്തതാണ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ പറ്റാത്തതിന് കാരണം. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ പറ്റാത്തതാണ് വിശുദ്ധ കുർബാന നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്ഭുതമാകാത്തതിന് കാരണം. വിശുദ്ധ കുർബാനയെ നമ്മൾ അറിയുക. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് അറിയാം ഒരു കാര്യം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാരും യേശുവും ജെറീക്കോയിലെത്തുന്നു. അപ്പോൾ ജെറീക്കോയിലെത്തുമ്പോൾ അവിടെ ജന്മന അന്ധനായ ഒരുത്തനിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യം: ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? അവർക്ക് ആ ചോദ്യത്തിന് കാരണമുണ്ട്. കാരണം പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അപ്പം രോഗം തകർച്ചയ്ക്ക് കാരണമാണത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ജന്മന അന്ധനായവൻ ആരുടെ പാപത്തിൻ്റെ ഫലമാണ്? ഇതാണ് അവർ ചോദിച്ചത്. അപ്പോൾ യേശു പറഞ്ഞ കാര്യം ഇതാണ്: ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്തിനാണ് ഇവൻ അന്ധനായി ജനിച്ചത്? പാപനിമിത്തമല്ല. അപ്പോൾ പാപം കാരണം വരുന്ന രോഗങ്ങളും തകർച്ചകളും ഉണ്ട്. അതൊരു വ്യക്തി അനുദപിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് മാറിപ്പോകും. അപ്പോൾ നമുക്കറിയാം, പാപം കാരണം വരുന്ന രോഗങ്ങളും തകർച്ചകളും അതൊരു വ്യക്തി അനുദപിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് മാറിപ്പോകും. എന്നാൽ ഈശോ പറയുകയാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യേക ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വരണം.
ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വരണം. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ശ്രദ്ധിക്കുക, ഈശോ പറയുകയാണ് ആരുടെയും പാപത്തിൻ്റെ കാരണമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ വരാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈശോ ഒരു പ്രവചനം പറയുകയാണ്, ഇതാ ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രി വരുന്നു. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, നമ്മളുടെ അധ്വാനം, നമ്മുടെ ശ്രമം, നമ്മുടെ പരിശ്രമം, ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. നമ്മുടെ ഓട്ടം, നമ്മുടെ പരിശ്രമം, ആർക്കും, നമ്മുടെ വേല, നമ്മുടെ കഷ്ടപ്പാട്, ഇതൊന്നും കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. എന്നിട്ട് ഈശോ പറയുക, എന്താ ചെയ്തത്? ഈശോ ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് പറഞ്ഞു, സീലോഹ, അയക്കപ്പെട്ടവൻ, അർത്ഥം കുളത്തിൽ കഴുകുക. അപ്പോൾ യേശു പറയുന്ന കാര്യം ഇതാ, മക്കളെ, നീ പോകേണ്ടത്, നീ ഈ കാഴ്ച കിട്ടാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ പോകേണ്ടത് എവിടെയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ പോകേണ്ടത് സീലോഹായിലാണ്. സീലോഹായിൽ നീ പോകണം. സീലോഹായാണ് നിനക്കുള്ള ഉത്തരം. സീലോഹായിൽ നീ പോവുക, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. സീലോഹ അർത്ഥം അയക്കപ്പെട്ടവൻ. ഇനി നമ്മൾ ചിന്തിക്കുക, ഇതിനു മുമ്പ് ഈ വാക്ക് എവിടെ വന്നത്? ഇതിനു മുമ്പ് എവിടെ ഈ വാക്ക് വന്നത്? ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഹിതവുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് വന്ന സ്ഥലം എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വചനം. യോഹന്നാൻ 6:28. ആ വചനം ഇങ്ങനെയാണ്. യോഹന്നാൻ 6:28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായം 28-ാമത്തെ വചനം. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ചോദ്യം ശ്രദ്ധിക്കുക. ദൈവഹിതമനുസരിച്ച് പ്രവൃത്തി, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി നടക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ശിഷ്യന്മാരുടെ ചോദ്യം. ഇത് മുമ്പ് 9-ാം അധ്യായത്തിൽ ഈശോ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നിട്ട് പറഞ്ഞു, നീ പോയി സീലോഹായിൽ മുങ്ങുക. ഇപ്പോൾ ശിഷ്യന്മാർ 6-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നത്തിൽ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി കാണാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നത്തിൽ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി നടക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് 28-ാമത്തെ വചനം, യോഹന്നാൻ 6:28 ചോദ്യം. അതിന് ഈശോ കൊടുക്കുന്ന ഉത്തരം എന്താണ്? ഈശോ മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, ഇതാണ് ദൈവഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇപ്പോൾ സീലോഹ എന്നത് വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ഇപ്പോൾ ഈശോ പറയുന്നു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ പോകേണ്ടത് സീലോഹയാണ്. ഇപ്പോൾ ഈശോ പറയുന്നു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ എന്താണ് സീലോഹ? അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ ഇവിടെ ആരാണ് എന്ന് വെച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അയച്ചവനിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്, ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക, 6-ാം അധ്യായമാണ് വിശുദ്ധ കുർബാനയുടെ അധ്യായം. അതാണ് ദ ഹോൾ ചാപ്റ്റർ. ആ അധ്യായം മുഴുവനും വിശുദ്ധ കുർബാനയുടെ അധ്യായമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, അയക്കപ്പെട്ടവൻ, അത് ഇനി നീ പോകേണ്ടത്, ഇനി നിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നീ മുങ്ങേണ്ടത് സീലോഹ. അത് നിൻ്റെ മുമ്പിലുള്ള സീലോഹ വിശുദ്ധ കുർബാനയാണ്. നീ മുങ്ങേണ്ട, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ മുങ്ങേണ്ട സീലോഹ വിശുദ്ധ കുർബാനയാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ 6 വിശുദ്ധ കുർബാനയുടെ അധ്യായമാണ്. എങ്ങനെയാണ് യോഹന്നാൻ 6 വിശുദ്ധ കുർബാനയുടെ അധ്യായമാകുന്നത്? നമുക്കറിയാം, യോഹന്നാൻ 6 ആരംഭിക്കുന്നത് 2 അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്നാമത്തെ അത്ഭുതം ഏതാണ്? ഒന്നാമത്തെ അത്ഭുതം അപ്പം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു. ഈ 2 അത്ഭുതങ്ങളാണ് യോഹന്നാൻ 6 നമ്മൾ കാണുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് അത്ഭുതം എന്ന ഒന്നില്ല, അത്ഭുതമില്ല. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് അടയാളമാണ്. അടയാളം എന്താണ്? അടയാളം ശ്രദ്ധിക്കുക. അടയാളം എന്താണ്? അടയാളത്തിലൂടെ എന്താണ് യോഹന്നാൻ പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. 5 അപ്പം അല്ലേ? 5 അപ്പം ഉണ്ടായിരുന്നു, 5 ബാർലി അപ്പം, 5000-ഓളം പുരുഷന്മാർ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞു, എല്ലാവരോടും നിലത്തിരിക്കാൻ പറയുന്നു. 5 അപ്പം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതാർക്ക് തികയും? 5 അപ്പം യേശുവിൻ്റെ കയ്യിലെത്തുന്നു. 5 അപ്പം യേശുവിൻ്റെ കയ്യിലെത്തുന്നു. ജനമിരിക്കുന്നു, 5000-ഓളം പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, അവർ വേറെയുണ്ട്. അപ്പോൾ വലിയൊരു സമൂഹം. 5 അപ്പം യേശുവിൻ്റെ കയ്യിലെത്തുന്നു.
അവർ നോക്കിയിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? സംഭവിക്കുന്ന അത്ഭുതം എന്താ? സംഭവിക്കുന്ന മാറ്റം എന്താ? ഒരു മെറ്റീരിയൽ, അവിടെ ഒരു മെറ്റീരിയൽ മാറുന്നു, ഒരു ഭൗതിക വസ്തു മാറുകയാണ്. എന്ന് വെച്ചാൽ 5 ഉണ്ടായിരുന്ന അപ്പം 10 ആകുന്നു, 10 20 ആകുന്നു, 20 40 ആകുന്നു, 40 80 ആകുന്നു. അപ്പത്തിന് മാറ്റം വരുന്നു, അപ്പം മാറുന്നു എന്നതാണ് അത്ഭുതം. ഇതാണ് ആദ്യത്തെ അടയാളം, അപ്പം മാറ്റുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ജനത്തിനെല്ലാം മനസ്സിലായൊരു കാര്യമുണ്ട്, യേശുവിന് അപ്പത്തെ മാറ്റാൻ പറ്റും. രണ്ടാമത്തെ അത്ഭുതം, പിറ്റേ ദിവസം ഈ അപ്പം വർദ്ധിച്ചു, എല്ലാവരും കഴിച്ചു, തൃപ്തരായി. പിറ്റേ ദിവസം ജനം ഇരട്ടിയായി ഓടിക്കൂടി. അപ്പോൾ യേശു അവിടെയില്ല, യേശു കടലിൻ്റെ മറുകരയിൽ നിൽക്കുന്നു. അവർ നോക്കുമ്പോൾ വചനം പറയുന്നുണ്ട്, അവിടെ വഞ്ചിയൊന്നുമില്ല, അവിടെ വഞ്ചികളൊന്നുമില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നു. ഇപ്പം നമ്മൾ ഓർക്കുക, ഈ ഒരു സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ നിന്നിരുന്നവർ കുട്ടികൾ വെള്ളത്തിൽ കൊണ്ടുപോയി കാല് ചവിട്ടി. അപ്പോൾ തങ്ങളുടെ കാല് താന്നു പോകുന്നു, യേശു വെള്ളത്തിന് മുകളിലൂടെ വരുന്നു. നമുക്കറിയാം, വെള്ളത്തിൽ ഭാരമുള്ളൊരു വസ്തു വിട്ടാൽ താന്നു പോകും. എന്നാൽ അവർ നോക്കുമ്പോൾ അവർ കാല് ചവിട്ടുമ്പോൾ വെള്ളത്തിൽ താന്നു പോകുന്നു. എന്നാൽ യേശു ഇതാ ആഴമുള്ള തടാകത്തിലൂടെ വെള്ളത്തിന് മുകളിലൂടെ വരുന്നു. അവർക്കൊരു കാര്യം മനസ്സിലായി, യേശുവിൻ്റെ വെള്ളത്തിനൊരു മാറ്റവും ഇല്ല, വെള്ളം അതുപോലെ കിടക്കുന്നു. പക്ഷേ യേശുവിൻ്റെ ശരീരം മാറി, വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പാകത്തിന് യേശുവിൻ്റെ ശരീരം മാറി. ഇതാണ് 2 അത്ഭുതങ്ങൾ. ഒന്നാമത്തെ അത്ഭുതത്തിന് ആദ്യം മാറിയത് എന്താണ്? ആദ്യം മാറിയത് അപ്പമാണ്. രണ്ടാമത്തെ അത്ഭുതത്തിൽ മാറിയത് എന്താണ്? ശരീരമാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അപ്പത്തെ എനിക്ക് മാറ്റാൻ പറ്റും, ശരീരത്തെ എനിക്ക് മാറ്റാൻ പറ്റും. എന്നിട്ട് ഈശോ പറഞ്ഞു, ഈ അപ്പത്തിലേക്ക് എൻ്റെ ശരീരത്തെ ആക്കാൻ പറ്റും. അതാണ് വിശുദ്ധ കുർബാന, അതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈശോ ഇത് തിരഞ്ഞെടുത്തതെന്ന പെസഹ അവരെ സംബന്ധിച്ച് എന്താ? പെസഹ രാവിലെ ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ മുറിക്കുന്നു, അതിൻ്റെ രക്തം ബലിപീഠത്തിൽ ഒഴിക്കുന്നു, അതിൻ്റെ മാംസം കൊണ്ടുവരും അവർ, എന്നിട്ടത് ഭക്ഷിക്കും. എന്ന് വെച്ചാൽ ആ കുഞ്ഞാടിൻ്റെ ശരീരത്തിൽ രക്തം മുഴുവനും ബലിപീഠത്തിൽ ഒഴിക്കും. എന്താ യേശു അന്ന് തിരഞ്ഞെടുത്തത്? നമ്മൾ ഓർക്കുക, പെസഹ എന്ത് സെഹനൂട്ടുശാലയിൽ നടന്നുവോ, എന്ത് സെഹനൂട്ടുശാലയിൽ യേശു സ്ഥാപിച്ചുവോ, അത് യാഥാർത്ഥ്യമാകലാണ് കാൽവരി. ശ്രദ്ധിച്ചോളണം, പെസഹയ്ക്ക് എന്ത് നടന്നു? പെസഹ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. എന്ത് നടന്നുവോ അത് യാഥാർത്ഥ്യമാകൽ കാൽവരി. എന്താണ്? അവർ പോയി ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. ബലിയർപ്പിച്ച് ആ കുഞ്ഞാടിൻ്റെ മാംസം കൊണ്ടുവന്ന് ഭക്ഷിക്കും. ഓക്കെ, ഇതാണ് യഹൂദൻ്റെ പെസഹ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചത്? യേശു എന്താ പറഞ്ഞത്? അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ് എന്ന് വെച്ചാൽ അതിൽ രക്തമില്ല. അതിനുശേഷം പാനപാത്രം എടുത്ത് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്. അപ്പം ശരീരവും രക്തവും വിഭജിച്ച സ്ഥലം അതെവിടെയാ? ശരീരവും രക്തവും വിഭജിച്ചത്, അത് യേശു സ്ഥാപിച്ചത്, അത് മുറിച്ച് കൊടുത്തത്, അത് സെഹനൂട്ടുശാലയിലാണ്. ഇനി കാൽവരിയിൽ എന്ത് സംഭവിച്ചു? അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് മാറി. കാരണം എന്താണ്? ജെറുസലേം ദേവാലയത്തിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുമ്പോൾ അതിൻ്റെ രക്തം, എല്ലാവരും ഒരാടിനെ മേടിച്ച് ബലിയർപ്പിക്കും പെസഹായ്ക്ക്. അതിൻ്റെ രക്തം ഇങ്ങനെ ഒഴുകി അത് കെദ്രോൻ തോട് കഴിയുന്ന ഈ വെള്ളവും ഈ രക്തവുമായിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഈ മാംസം അത് വരുന്നു, ഈ മാംസം അതൊരു ഭക്ഷിക്കുന്നു. കണ്ടോ, ഇവിടെ സംഭവിച്ചത് യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന സഭ പഠിപ്പിക്കുക ബലിയാണ്, യേശുവിൻ്റെ മരണമാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞത് എന്താ? എൻ്റെ ശരീരത്തെ എനിക്ക് മാറ്റാൻ പറ്റും. അപ്പത്തെ മാറ്റിക്കൊണ്ട് ഈശോ പറയുകയാണ്, എനിക്ക് അപ്പത്തെ മാറ്റാൻ പറ്റും. വീണ്ടും വെള്ളത്തിന് മുകളിലൂടെ നടന്നുകൊണ്ട് ഈശോ പറയുക, എൻ്റെ ശരീരത്തെ എനിക്ക് മാറ്റാൻ പറ്റും. അപ്പം അപ്പത്തെ മാറ്റി ശരീരത്തെ മാറ്റി, എന്നിട്ട് ഈ അപ്പത്തിലേക്ക് യേശുവിൻ്റെ ശരീരത്തെ മാറ്റുന്നു. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ സത്യത്തിലും യാഥാർത്ഥ്യത്തിലും യേശു ജീവിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ കുർബാന യേശുവിൻ്റെ ബലിയാണ്, അത് വിരുന്നാണ്, അത് ബലിയാണ്. പ്രിയപ്പെട്ടവരെ, സെഹനൂട്ടുശാലയിൽ എന്ത് സംഭവിച്ചുവോ അതിൻ്റെ യാഥാർത്ഥ്യമാകലായിരുന്നു കാൽവരിയിൽ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ സത്യത്തിലും യാഥാർത്ഥ്യത്തിലും സത്താപരമായും യേശു ജീവിക്കുന്നു. ഇതാണ് ഞാൻ പോകേണ്ട സീലോഹ. എൻ്റെ സകല പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരം ഇതിലാണ്. ഇവിടെയാണ് ഞാൻ മുങ്ങേണ്ടത്, ഇതാണ് ഞാൻ മുങ്ങേണ്ടത്, ഞാൻ സ്വീകരിക്കേണ്ടത്, ഞാൻ രക്ഷ പ്രാപിക്കേണ്ടത് ഇതിൽ നിന്നാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പോവുക. നമുക്കറിയാം, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ സാക്ഷിയായ മാർപ്പാപ്പ കണ്ട ഒരു ദിവ്യകാരുണ്യ അത്ഭുതമുണ്ട്. 1996
ഓഗസ്റ്റ് മാസം 18 നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയാകുന്നത് മുമ്പ് അർജൻറ്റീനയിൽ ബ്യൂണസ് ഐറസ് രൂപതയുടെ മെത്രാനായിരുന്നു. ഈ രൂപതയിൽ ബ്യൂണസ് ഐറസ് അർജൻറ്റീനയുടെ തലസ്ഥാനമാണ്. അവിടെ ഒരു പള്ളിയിൽ സാന്താ മരിയ ചർച്ച്, അവിടെ നടന്നൊരു സംഭവം. ആ സംഭവം ഇതാണ്: ഈ പള്ളി ക്ലീൻ ചെയ്യുമ്പോഴോ മറ്റോ പള്ളിയുടെ ഈ മെഴുകുതിരിക്കാലിൻ്റെ അടിയിൽ നിന്നോ മറ്റോ കോൺസെൻട്രേറ്റ് ചെയ്ത എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന കിട്ടുന്നു, ഒരു വിശുദ്ധ കുർബാന കിട്ടുന്നു. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീക്കാണ് കിട്ടുന്നത്. ആ സ്ത്രീ അത് വൈദികനെ ഏൽപ്പിക്കുന്നു. വൈദികനൊരു കാര്യം മനസ്സിലായി, അത് കൺസ്യൂം ചെയ്യാൻ, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ അത് യോഗ്യമല്ല, അതിൽ അഴുക്കായിരിക്കുന്നു. ഈ വൈദികൻ ഒരു പാത്രം വെള്ളത്തിൽ ആ വിശുദ്ധ കുർബാനയിട്ട് അത് സക്രാരിയിൽ സൂക്ഷിക്കുന്നു. ഓഗസ്റ്റ് 18, 1996. ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്കറിയാം, അങ്ങനെ കേടുവന്ന വിശുദ്ധ കുർബാനയാണെങ്കിൽ, അത് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ, അത് സ്വീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ട് മെൽറ്റായി ആ വെള്ളം മാമോദിസ തൊട്ടിയിലോ മറ്റോ ഒഴിച്ചു കളയണം, അല്ലെങ്കിൽ അതാരും ചവിട്ടാത്ത ഇടങ്ങളിലേക്ക് അത് മാറ്റണം എന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈദികൻ ഈ വിശുദ്ധ കുർബാന എടുത്തു വയ്ക്കുന്നു. ഈ വിശുദ്ധ കുർബാന ഈ വൈദികൻ എടുത്തു വയ്ക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാന തിരികെ ഈ വെള്ളത്തിൽ അലിഞ്ഞു കാണും, മെൽറ്റായി കാണും എന്ന് കരുതി ഈ പാത്രം തുറക്കുമ്പോൾ കാണുന്നത് എന്താണ്? അത് മാംസവും രക്തവുമായിരിക്കുന്നു. മാംസവും രക്തവുമായിരിക്കുന്നു. അത് തൻ്റെ മെത്രാപ്പോലിത്തയെ അറിയിക്കുന്നു. ആരാണ് മെത്രാൻ? ജോർജ് മാരിയോ ബെർഗോളിയോ, ഇപ്പോഴത്തെ മാർപ്പാപ്പ. അദ്ദേഹം വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, 2-3 വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിലേക്ക് അത് കൊണ്ടുപോകുന്നു. ഒരു ഡോക്ടറുടെ സഹായത്തോടെ ന്യൂയോർക്കിലെത്തുന്നു. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ഫോറൻസിക് ലാബിൽ, DNA അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന വലിയ ലാബിൽ ഇത് പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നു. അന്ന് പരിശോധിക്കാൻ വേണ്ടി എത്തുമ്പോൾ അവിടുത്തെ ഡോക്ടർ ഫെഡറിക് സുഗിപ്പെ, നമുക്കറിയാം ഡോക്ടർ ഫെഡറിക് സുഗിപ്പെ എന്ന പേര് ഫോറൻസിക് വിഭാഗത്തിലുള്ളവർക്ക് വളരെ പരിചിതമാണ്. കാരണം ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങൾ ഫോറൻസിക് പതോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ഈ ഡോക്ടറുടെ പേരിലാണ്. അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയൊന്നുമല്ല. അദ്ദേഹം ഒരു പ്രാക്ടീസ് ചെയ്യുന്നൊരു കത്തോലിക്ക വിശ്വാസിയല്ല. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഇത് ശരീരവും രക്തവും, യേശുവിൻ്റെ വിശുദ്ധ കുർബാന ശരീരവും രക്തവുമായതാണെന്നൊന്നും പറഞ്ഞില്ല. കാരണം അതൊരു പഠന വിഷയമാക്കണം എന്നതുകൊണ്ട് തന്നെ അത് റിവീൽ ചെയ്തില്ല. മറിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കാരണം അദ്ദേഹം അന്ന് നിലനിൽക്കുന്ന ഏറ്റവും ആധികാരികമായൊരു ഡോക്ടറാണ്. ഫോറൻസിക് വിഭാഗത്തിലെ ഏറ്റവും ആധികാരികമായൊരു ഡോക്ടർ. അദ്ദേഹം പരിശോധന ആരംഭിക്കുമ്പോൾ ഈ ഡോക്ടർ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞെട്ടിത്തരിക്കുന്നു. അദ്ദേഹം മനസ്സിലാക്കുന്നു ഇത് ഹൃദയഭിത്തികളിൽ നിന്ന് എടുത്തതാണെന്നും, ഇതെടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നുവെന്നും, ഇത് AB ഗ്രൂപ്പിൽപ്പെട്ടതാണെന്നും, ഇതിപ്പോൾ ജീവിച്ചിരിക്കുന്നതല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയുടേതാണെന്നും, ഇതെങ്ങനെ കിട്ടിയെന്നും ഉള്ള ചോദ്യം ആ പരിശോധന അദ്ദേഹത്തെ അടിമുടി വിറപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്തത്, അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത് അദ്ദേഹം പറയുന്നുണ്ട്. വൈറ്റ് സെൽസ് അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. ഞാൻ കണ്ടു വൈറ്റ് സെൽസ്, ജീവരക്താണുക്കളെ ഞാൻ കണ്ടു. അത് ഉറപ്പാണ്. ഇതെടുക്കുന്ന സമയത്ത് ഈ ഭാഗം, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലാബിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഭാഗം ഹൃദയഭിത്തികളിൽ നിന്ന് ചെത്തിയെടുക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു, ആ ഹൃദയം തുടിക്കുകയായിരുന്നു, ആ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു എന്നതിന് തെളിവ് ഞാൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ തെളിവ് വയ്ക്കുന്നുണ്ട്. ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ ശരീരഭാഗം എടുക്കുമ്പോൾ അദ്ദേഹം ക്രൂരമായ ഏതോ പീഡനത്തിലൂടെ കടന്നുപോയിരുന്നു. ഈ ഏതോ ക്രൂരമായ പീഡനത്തിലൂടെ കടന്നുപോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ശരീരം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സഭയുടെ പഠനമല്ല, മറിച്ച് ഇത് 2000 വർഷങ്ങൾക്കിപ്പുറത്ത്, 1996 എന്ന് പറയുമ്പോൾ 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ഒരു ലാബിൽ തെളിയിക്കപ്പെട്ടതാണ് വിശുദ്ധ കുർബാന യേശുവാണ് എന്ന്. നിങ്ങൾക്ക്
ഈ ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തതയോ പഠനമോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. യൂക്കരിസ്റ്റിക് മിറക്കിൾ ഇൻ അർജൻറ്റീന എന്ന് കോമൺ ആയിട്ട് അടിച്ചു കൊടുത്താൽ തന്നെ ബ്യൂണസ് ഐറസിലെ ഈ അത്ഭുതം നമുക്ക് നമ്മുടെ കൺമുമ്പിൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് പറയുന്നത് എന്തിനാണ്? ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാനല്ല, മറിച്ച് അവൻ മുറിയപ്പെട്ടത്, അവൻ പ്രിയപ്പെട്ടവരെ ഇതുപോലെ തകർക്കപ്പെട്ടത് ഈ കുർബാനയാകാനാണ്. കുർബാന യേശുവാണ്. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ മുങ്ങേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്. ഞാനും നിങ്ങളും മുങ്ങേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ സംശയത്തിന് ലെവലേശമിടമില്ലാതെ പഠിപ്പിക്കുകയാണ് സഭയിലെ എല്ലാ കൂദാശകളും, സഭയിലെ എല്ലാ ജീവിതാന്തസ്സും, സഭയിലെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും, സഭയിലെ എല്ലാ അപ്പസ്തോലിക പ്രവർത്തനങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ വളരുന്നു. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഒരു വിവാഹ സഭ ആശീർവദിക്കുന്നത് വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച, ഒരു പുരോഹിതന് പട്ടം നൽകുന്നത് വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച, പ്രിയപ്പെട്ടവർ ഒരു സമർപ്പിത വ്രതവാഗ്ദാനം എടുക്കുന്നത്, ഒരു സമർപ്പിതൻ വ്രതവാഗ്ദാനം എടുക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. എന്തിനാണെന്നറിയാവോ? ഈ വിശുദ്ധ കുർബാനയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ നിൽക്കേണ്ടത്. എവിടെയെല്ലാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ നകലുന്നുണ്ടോ അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മളുടെ മേൽ തിന്മ കടന്നു വരുന്നുണ്ട്. എവിടെയെല്ലാം വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറുന്നുണ്ടോ അവിടെയാണ്. വിശുദ്ധ കുർബാനയിലേക്ക് തിരികെ നടക്കുക, വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ഇതാ ഈശോ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് അയച്ചവൻ അതാ എൻ്റെ മുമ്പിൽ. ഞാൻ മുങ്ങേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കാണാൻ ഞാൻ മുങ്ങേണ്ടത് വിശുദ്ധ കുർബാനയാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവും അത് വിശുദ്ധ കുർബാനയാകണം. ആ വിശുദ്ധ കുർബാന സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ഒരു നിമിഷം നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ വചനം, പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം. ഞാൻ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും വിശുദ്ധ കുർബാനയുടെ അധ്യായമാണ്. അവിടെ ഈശോ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ വചനം 6:37, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ഇതെന്തിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണ് ഈ വചനം? വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണ് ഈ വചന ഈശോ പറയുന്നത്. പിതാവ് നൽകുന്നവർ എല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല. ഇത് ഈശോ പറഞ്ഞത്, ഈ വചനം, ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന വാഗ്ദാനം ഈശോ നമുക്ക് നൽകുന്നത് വിശുദ്ധ കുർബാനയിൽ വച്ചാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 6:37 നമുക്ക് അഭിഷേകമായി മാറട്ടെ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല. ഈ വചനത്തോടെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം അവൻ എന്നെ
മെഴുകായി ഉരുകിയ നേരം എനിക്കവൻ ആശ്വാസം പകർന്നു തന്നു. എന്നെയുള്ള മെഴുകായി ഉരുകിയ നേരം എനിക്കവൻ ആശ്വാസം പകർന്നു തന്നു. അത്ഭുതങ്ങൾ കാണാൻ കണ്ണിറയെ കാണാൻ എന്നേശുനാഥനെ പാടി സ്തുതിക്കാം. അത്ഭുതങ്ങൾ കാണാൻ കണ്ണിറയെ കാണാൻ എന്നേശുനാഥനെ പാടി സ്തുതിക്കാം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. തിരുമഴ പോലെ കാറ്റിരമ്പം പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. തിരുമഴ പോലെ കാറ്റിരമ്പം പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. കടലല പോലെ സ്തുതിച്ചിടുവിൻ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 6:37 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, ഒരിക്കലും തള്ളിക്കളയില്ല. പ്രിയപ്പെട്ടവരെ, യേശു നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, പിതാവ് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല എന്നീശോ പറയുമ്പോൾ ഈശോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഈ വചനം കഠിനമാണ്. അത് ഈശോ പറയുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോഴാണ്. ഈ വചനം കഠിനമാണ്, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, പിതാവ് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയില്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞൊരു വചനമാണത്. എന്ന് വെച്ചാൽ, ഒരാൾ വിശുദ്ധ കുർബാനയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരാൾ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ പ്രവൃത്തിയാണ്, അത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാണ്. യേശു പറയുക, അങ്ങനെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വരുന്ന ഒരാളെയും, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെയും ഒരിക്കലും തള്ളിക്കളയില്ല, ഒരിക്കലും തള്ളിക്കളയില്ല. പ്രിയപ്പെട്ടവരെ, കുർബാന നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. കുർബാനയിൽ വരുന്ന ഒരാളെ ഒരിക്കലും തള്ളിക്കളയില്ല. അതിനാൽ ഏറ്റവും വലിയ സ്നേഹമാണ് വിശുദ്ധ കുർബാന. നമ്മൾ ധ്യാനിച്ചു, ഇതാ അന്ധനോട് യേശു പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ സീലോഹായിൽ പോയി മുങ്ങുക. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. യേശു അന്ധനെ നോക്കി പറഞ്ഞു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെയും പാപത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അനന്തരം യേശു അവനോട് പറഞ്ഞു, യേശു അവൻ്റെ കണ്ണുകളിൽ ചെളിയുണ്ടാക്കി പൂശി. എന്നിട്ട് യേശു പറഞ്ഞു, നീ പോയി സീലോഹായിൽ മുങ്ങുക. 2 പ്രവൃത്തിയാണ്. ഒന്ന്, യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പൂശി. ദാറ്റ്
പർട്ടിക്കുലർ ആക്ട്, ആ പ്രവൃത്തി, തുപ്പലുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി എന്നത്, യേശു അവൻ്റെ കണ്ണുകളിൽ പൂശി, യേശു അവൻ്റെ കണ്ണുകളിൽ പൂശി എന്നത്, പ്രിയപ്പെട്ടവരെ, അത് സൂചിപ്പിക്കുന്നത് മാമോദിസയെയാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, മാമോദിസ സ്വീകരിച്ച നീ പോയി മുങ്ങേണ്ടത്, നീ പോകേണ്ടത് സീലോഹായിലാണ്, കുർബാനയിലാണ്. പ്രിയപ്പെട്ടവരെ, കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അതേ അധ്യായത്തിൽ ഈശോ വേറൊരു കാര്യം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ കുർബാനയിലൂടെ യേശു നൽകുന്ന നിത്യജീവൻ, ഒന്ന് അത് ഭക്ഷിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ അത് ഭക്ഷിക്കാൻ യോഗ്യരാരോ അവർക്ക് നിത്യജീവനുണ്ട്. രണ്ട്, അതിൽ വിശ്വസിക്കുന്നു, ഭക്ഷിക്കാൻ പറ്റുന്നില്ല, കുർബാനയായി ഭക്ഷിക്കാൻ പറ്റുന്നില്ല, സ്റ്റിൽ ഹി ഈസ് ബിലീവിങ് ഇൻ യൂക്കരിസ്റ്റ്. ഒരാൾക്ക് വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ രൂപത്തിൽ ഭക്ഷിക്കാൻ പറ്റുന്നില്ല, എന്നാൽ വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട് എന്നവൻ വിശ്വസിക്കുന്നു, അവന് നിത്യജീവനുണ്ട്. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതിനാൽ സീലോഹായിൽ പോയി മുങ്ങുവാൻ അവനോട് പറഞ്ഞു. യോഹന്നാൻ 6:28 ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? യേശു പറഞ്ഞ ഉത്തരം, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കുടുംബം കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതം കാണണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വിശുദ്ധ കുർബാനയിൽ നിൽക്കുക. വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിൽക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ, ആ വ്യക്തിയെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നത് യേശു പറയുന്ന വാഗ്ദാനമാണ്. അതിനാൽ സഭ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ കുർബാനയാണ് സഭയുടെ എല്ലാ സമ്പത്തും, എല്ലാ കേന്ദ്രവും വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയാണ് കേന്ദ്രം, വിശുദ്ധ കുർബാനയാണ് ശക്തി. സഭയിലെ എല്ലാ കൂദാശകളും, മറ്റെല്ലാ അപ്പസ്തോലിക പ്രവർത്തികളും, സഭയുടെ എല്ലാ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു വളരുന്നു. അതിനാൽ വിശുദ്ധ കുർബാനയാകണം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. നമുക്ക് നമ്മുടെ കുടുംബത്തെ ഈ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ അന്ധനോട് യേശു പറഞ്ഞത്, നീ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നീ സീലോഹായിൽ പോവുക. യോഹന്നാൻ 6 എന്താണ് സീലോഹ? ഇതാ, അയക്കപ്പെട്ടവനിൽ വിശ്വസിക്കുക. അത് ഈശോ പറയുന്നത് 6-ാം അധ്യായം കുർബാനയുടെ അധ്യായത്തിലാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയിൽ നമ്മളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കൂ. ഈ നിമിഷം ഈ വിശുദ്ധ കുർബാന അനേകം വ്യക്തി ജീവിതത്തിൽ അത്ഭുതമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്നു. ഒരുപാട് പേര് രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് യേശുവേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ മനസ്സുരുകി കണ്ണുനീരോടെ ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിൽ നിൽക്കുന്ന മക്കളുണ്ട്. യേശുവേ, നിൻ്റെ വാഗ്ദാനമാണ് ഇറങ്ങി വരേണ്ടത്, നിൻ്റെ വാഗ്ദാനമാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഈ ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു ദൈവ പൈതൽ നിൽക്കുന്നുണ്ടെങ്കിൽ, യേശുവേ, നീ പറഞ്ഞ വചനം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവ് നൽകുന്നവരാണ് ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നത്. നിൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാണ് കർത്താവേ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനാൽ നീ പറഞ്ഞ വാഗ്ദാനം, അവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല എന്ന വാഗ്ദാനം ഇപ്പോൾ ഈ ദിവ്യകാരണത്തിലൂടെ അനേകം കുടുംബങ്ങളിൽ വേദനിക്കുന്ന അനേകം മക്കളിൽ ഈ വാഗ്ദാനം അഭിഷേകമായിട്ട് മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കണ്ണുനീരോടെ, വേദനയോടെ ഉള്ളുരുകി ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അനേകം പേരുടെ ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യ ശക്തി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ വേണ്ടി യേശുവേ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, വേദനിക്കുന്ന പല വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി ദർശിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരമുയർത്തി ശക്തമായി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ജീസസ് ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. യേശുവേ, ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ യേശുവേ, ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. യേശുവേ, സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം. പ്രിയപ്പെട്ടവരെ, അതിന് ഈശോ പറയുന്ന ഒരേ ഒരു ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ, ദൈവത്തിൻ്റെ രക്ഷ കാണാൻ നീ കുർബാനയോട് ചേർത്ത് വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഈ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളും ആഗ്രഹിക്കുക, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര് വീണ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുമ്പോൾ മറക്കാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള ദിവസങ്ങളിൽ അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി നമ്മൾ കുർബാനയുടെ മുമ്പിൽ നിൽക്കുക. നല്ലൊരു അനുതാപം ദൈവം ആവശ്യപ്പെടുകയാണ്. കുർബാന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമാകാൻ നമുക്ക് നല്ലൊരു അനുതാപം വേണം. അതിനാൽ ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലൂടെ ഇനി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, കണ്ണുനീര് വീണ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അതിന് വചനം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ദൈവം പ്രവർത്തിക്കാൻ ഒരൊറ്റ കണ്ടീഷൻ, നീ നിന്നെ വിശുദ്ധീകരിക്കുക. നീ നിന്നെ വിശുദ്ധീകരിച്ചാൽ ഇതാ നീ നിൽക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വരാൻ പോവുകയാണ്. നീ നിൽക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുകയാണ്. അതിനാൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയുടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. അതിനാൽ വിശുദ്ധ കുർബാന അത്ഭുതമാകുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയോടെ നമ്മൾ വിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോഴാണ്. അപ്പോൾ വചനം പറയുന്നുണ്ട്, പാപിക്ക് സ്തോത്രഗീതം ചേരില്ല, പാപിക്ക് ആരാധന ചേരില്ല. അപ്പോൾ ആരാധിക്കുക, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. അതാണ് ഈശോ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഒരു നിമിഷം നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളായിരിക്കുന്നിടങ്ങളിൽ കാണുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കേണ്ട മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ നമ്മളോട് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. ഇത് മനുഷ്യൻ പറയുന്നൊരു വാഗ്ദാനമല്ല, ഇതൊരിക്കലും മാറാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതിനാൽ ഈ വാഗ്ദാനത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എവിടെയാണ് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണാൻ നമ്മൾ എത്തേണ്ട സ്ഥലം അത് കുർബാനയാണ്. എവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ? ഒരു പക്ഷേ എന്തേ ദൈവം പ്രവർത്തിക്കാത്തത്, എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഉത്തരം കടന്നു വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഈ നിമിഷം നീ എവിടെയായിരിക്കുന്നുവെങ്കിലും നിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈശോയെ, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തെ നോക്കി അങ്ങ് പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ അടുക്കൽ വരുന്ന ഒരാളെയും ഞാൻ ഉപേക്ഷിക്കില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. യേശുവേ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ, ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കും, ഒരുപക്ഷെ ജോലിയില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും, ഒരുപക്ഷെ ഈശോയെ ഒരു വലിയ കുടുംബ പ്രശ്നത്തിലായിരിക്കും, ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും, ഒരുപക്ഷെ ഒരു വിവാഹ തടസ്സത്തിൻ്റെ മുമ്പിലായിരിക്കും, ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞില്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കണ്ണീരോടെ നിൽക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കാണണം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ കാണണം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ കാണണം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ഈ നിയോഗത്തിൽ കാണണം എന്നാഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോയെ ഇപ്പോൾ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ എവിടെയെല്ലാം എത്തുന്നുവോ, ഈ ശുശ്രൂഷയുടെ മുമ്പിൽ ആരെല്ലാം നിൽക്കുന്നുവോ, അവരെല്ലാം ആഗ്രഹിക്കുന്ന ദൈവത്തെ പ്രവൃത്തി, അവരുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക പ്രവൃത്തി യേശുവെ നൽകി അനുഗ്രഹിക്കുവാൻ കരുണയുണ്ടാകണമേ. പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ, അതുമാത്രമാണെൻ്റെ ആശ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധന, അലിവോടെ എന്നെ തൊടണേ, യേശുവേ ആരാധന. അതുമാത്രമാണെൻ്റെ ആശ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന സമയമാണ്. നമ്മൾ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. യോഹന്നാൻ 6:37 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ കണ്ണുനീര്, എൻ്റെ ദുഃഖം അവഗണിച്ചു പോകാൻ സാധിക്കാത്തൊരു ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകാതെ എൻ്റെ ഈശോയ്ക്ക് പോകാൻ പറ്റില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല എന്ന് യാക്കോബ് നിർബന്ധം പിടിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും യേശുവേ എന്നെ ആശീർവദിച്ചിട്ടല്ലാതെ, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും പ്രവർത്തിച്ചിട്ടില്ലാതെ നീ എന്നിൽ നിന്ന് മറഞ്ഞു പോകല്ലേ, നീ എന്നിൽ നിന്ന് അകന്നു പോകല്ലേ. നീ പറഞ്ഞതാണ് നിൻ്റെ അടുക്കൽ വരുന്ന ഒരാളെയും ഒരിക്കലും തള്ളിക്കളയില്ല എന്ന്. അതിനാൽ ഈ നിമിഷം നിർബന്ധ ബുദ്ധിയോടെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മളെ. ദൈവമേ, നിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കാണുവാൻ എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ കുറവുകളെ ഞാൻ വിശുദ്ധീകരിക്കുന്നു.
എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമേ നിൻ്റെ പ്രവൃത്തി കാണണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കുക. യോഹന്നാൻ 6:37 അഭിഷേകം വരട്ടെ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയില്ല. ഈശോയെ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടു വന്നതാണ്. യേശുവേ, അവരെ തള്ളിക്കളയില്ല എന്നുള്ള വാഗ്ദാനം ആശീർവാദമായി അനേകം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെൻ്റെ ആശ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെൻ്റെ ആശ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം യോഹന്നാൻ 6:37. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല.